ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ അത് വെറുമൊരു യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാകാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ആരും കാണാതെ, ആരും കേൾക്കാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ തുള്ളികൾ, അവയ്ക്ക് ഒരു വിലയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവമേ, ഞാൻ ഇത്രയും നിന്നോട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും നീ തന്നില്ലല്ലോ. ദൈവമേ, ഞാൻ ഇത്രയും നിന്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ടും എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ നന്മകൾ നീ എനിക്ക് നൽകിയില്ലല്ലോ. ഞാൻ നിന്റെ മുൻപിൽ ഇത്രയും കരഞ്ഞിട്ടും എൻ്റെ കണ്ണുനീർ നീ കണ്ടില്ലല്ലോ, എൻ്റെ യാചന നീ കേട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരു നിമിഷമെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാകും. അതിനുള്ള മറുപടിയാണ് ദൈവവചനത്തിലൂടെ നാം ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഏത് പ്രതിസന്ധിയിലും നിന്നെ ദൈവം താങ്ങുന്നുണ്ട് എന്ന വിശ്വാസമുള്ളവർ സകലരും താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് രേഖപ്പെടുത്തുക: എൻ്റെ യഹോവ എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. നിങ്ങളുടെ ഈ ചെറിയ വരികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന ഏറ്റവും വലിയ മാർഗമായി തീരട്ടെ. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, എന്നെ കുടുംബം തള്ളിക്കളഞ്ഞപ്പോൾ, എൻ്റെ സമൂഹം എന്നെ മാറ്റി നിർത്തിയപ്പോൾ, ലോകമെന്നെ ദുഷിച്ചപ്പോൾ, നിങ്ങൾ അവിടെയെല്ലാം ഒറ്റയ്ക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നീ ആ നിമിഷം കരഞ്ഞ കണ്ണുനീരിൻ്റെ അളവ് അവിടുത്തെ തുരുത്തിയിൽ അത് അളന്ന് ശേഖരിച്ചിട്ടുണ്ട്. വചനം പറയുന്നത് പോലെ അവൻ നിന്റെ കണ്ണുനീർ കണ്ടു. സഹോദരങ്ങളെ, അതാണ് സത്യം. നിന്റെ കണ്ണുനീർ, നിന്റെ വിങ്ങൽ പോലും ദൈവം അവിടുന്ന് അറിഞ്ഞിട്ടുണ്ട്. ഓരോ രാത്രിയും നിന്റെ തലയണയെ നിന്റെ കണ്ണുനീർ കൊണ്ട് നനച്ചുവെങ്കിൽ അതിനെല്ലാമുള്ള അളവ് ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്, അവിടുന്ന് കേൾക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഴമേറിയ മുറിവുകൾ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഈ ലോകം നിങ്ങളുടെ മുഖഭാവം നോക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. എന്തിനാണ് ഒരു മനുഷ്യൻ കരയുന്നത്? വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തത് ഹൃദയത്തിൽ നിറയുമ്പോഴാണ് അത് കണ്ണുനീരായി പുറത്തു വരുന്നു. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ, ഹൃദയം തകരുമ്പോൾ, ആ കണ്ണുനീർ തുള്ളികൾ ദൈവത്തോട് സംസാരിക്കും: ദൈവമേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ ഈ സങ്കടം ദൈവം കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഹാഗർ എന്ന സ്ത്രീയെ നമുക്കറിയാം. മരുഭൂമിയിൽ വെള്ളമില്ലാതെ തൻ്റെ മകൻ മരിക്കുന്നത് കാണാൻ വയ്യാതെ അവൻ മരുഭൂമിയിൽ മാറി ഇരുന്നു. അവൾ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആരാണ് ഉണ്ടായത്? എന്നാൽ അവളുടെ കരച്ചിൽ ദൈവം കേട്ടു. ദൈവം അവളോട് ചോദിച്ചു: ഹാഗറെ, നിനക്ക് എന്തു പറ്റി? നീ ഭയപ്പെടേണ്ട. അതുപോലെ തന്നെയാണ് ലാസറിൻ്റെ മരണം കണ്ട് മറിയയും മാർത്തയും കരഞ്ഞപ്പോൾ യേശുവും കൂടെ കരഞ്ഞു. നമ്മുടെ സങ്കടത്തിൽ ദൂരെ മാറി നിൽക്കുന്നവനല്ല ദൈവം, മറിച്ച് നമ്മുടെ കൂടെ കരയുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന പിതാവാണ്. വിധവയായ സ്ത്രീ തൻ്റെ ഏകമകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞു നീങ്ങിയപ്പോൾ കരയേണ്ട, ഇന്നും ദൈവം നിങ്ങളോട് അത് തന്നെ പറയുന്നു. മകനെ, മകളെ, നീ കരയേണ്ട, നിന്റെ സങ്കടം ഞാൻ കണ്ടു കഴിഞ്ഞു. തുടർന്നുള്ള ഈ നിമിഷം നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആ വലിയ കരുണയെക്കുറിച്ചാണ്. നിങ്ങളുടെ സങ്കടം മാറും, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കി. മേലാൽ മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും നിലവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന നിത്യമായതല്ല, അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഒറ്റപ്പെട്ടു എന്ന് തോന്നും. ആരും സഹായിക്കാനില്ല എന്ന മരുഭൂമി സമാനമായ അവസ്ഥ. ലോകം ഹാഗറിനെ പുറന്തള്ളിയപ്പോൾ
ദൈവം അവളുടെ കണ്ണുനീർ കണ്ടു. സഹോദരങ്ങളെ, നീ എവിടെയാണോ അവിടെ നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. അതുപോലെ തന്നെ നീ എവിടെയാണെങ്കിലും നിന്റെ ശബ്ദം അകലെയുള്ള കർത്താവ് കേൾക്കുന്നുണ്ട്. ദൈവം എത്ര അകലെയാണെങ്കിലും എപ്പോഴും നിന്റെ പക്കൽ തന്നെ ഉണ്ട്. നിന്റെ ഏത് സാഹചര്യങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും, ഏത് വെല്ലുവിളികളിലും നീ തനിച്ചല്ല. ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്. നീ ജോലി സ്ഥലത്താണെങ്കിലും, ആശുപത്രിയിൽ ആണെങ്കിലും, പുറത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും, നിന്റെ ഭവനത്തിലാണെങ്കിലും നിന്റെ ശബ്ദം ദൈവം കേൾക്കുന്നു. നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നു, കേൾക്കുന്നു. അവിടെ നിനക്കൊരു വലിയ നീരുറവ ദൈവം നിനക്ക് വേണ്ടി നൽകും. നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. മനുഷ്യർ നിന്റെ വേദനയെ, നിന്റെ കണ്ണുനീരിനെ, നിന്റെ ജീവിത സാഹചര്യത്തെ, നിന്റെ ജീവിതത്തെ കളിയാക്കിയേക്കാം, പരിഹസിച്ചേക്കാം. എന്നാൽ അന്നയുടെ ഹൃദയവേദന ദൈവം കണ്ടു. വാക്കുകൾ കിട്ടാതെ നിന്റെ ഹൃദയം തേങ്ങുമ്പോൾ ആ തേങ്ങലുകളുടെ അർത്ഥം ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അന്നയ്ക്ക് ശമൂവേലിനെ നൽകിയ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകും. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നത് വെറുതെയല്ല, അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാനാണ്. രോഗിയാണോ, സാമ്പത്തിക തകർച്ചയിലാണോ, നിരാശയിലാണോ? യെഹെസ്കേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ ഒരു വാക്യമാണ് യേശു കരഞ്ഞു. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കരഞ്ഞത് എന്തിനാണ്? തൻ്റെ പ്രിയപ്പെട്ടവർ വേദനിക്കുന്നത് കണ്ടപ്പോൾ യേശുവിനും വേദനിച്ചു. യേശുവിന് നമ്മെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സങ്കടത്തിൽ പങ്കുചേരുന്നവനാണ് അവൻ. മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് അവഗണനയും വിശപ്പും ദാഹവും വേദനയും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം അവന് നന്നായി അറിയാം. 34 സങ്കീർത്തനം 18 വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നാം ഏറ്റവും കൂടുതൽ വേദനിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. നമുക്ക് തോന്നുന്നത് അവൻ ദൂരെയാണ് എന്നാണ്. എന്നാൽ സത്യമതല്ല. നമ്മുടെ ശ്വാസത്തേക്കാൾ ദൈവം നമ്മുടെ അടുത്തുണ്ട്. ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചത്. നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവ് വെച്ചുകെട്ടാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ചെടി വളരണമെങ്കിൽ അവിടെ ഒരു മഴ പെയ്യണം. അതുപോലെ നമ്മുടെ കണ്ണുനീർ വെറുതെയല്ല, അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും. ദൈവത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കും. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും. നമ്മുടെ ഹൃദയത്തെ മാനസാന്തരമുള്ളതാക്കും. ഇന്ന് നിങ്ങൾ കരയുന്ന അവസ്ഥയിൽ തന്നെ നാളെയും ഇരിക്കില്ല. ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ നാളെ നിങ്ങളെ വലിയൊരു സാക്ഷിയാക്കി മാറ്റും. നിങ്ങളുടെ ഇന്നത്തെ വേദന നാളത്തെ വിജയത്തിൻ്റെ കഥയായി മാറും. ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ മുത്തുകളാക്കി മാറ്റും. പലർക്കും അറിയില്ല, ഏകാന്തത വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന്. എന്നാൽ ആ സമയം അവർ സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കുന്നു, എപ്പോഴും നിരാശയുടെ വക്കിൽ ആയിരിക്കുന്നു. എന്നാൽ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള സങ്കടങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനല്ല ശ്രമിക്കേണ്ടത്. ആ നിമിഷം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. നിന്റെ സങ്കടം എന്താണ് എന്നും, നിന്റെ ഹൃദയത്തിലെ വേദന എന്താണ് എന്നും, നിന്റെ ജീവിതമാർഗം എന്താണ് എന്നും നീ ദൈവത്തോട് തുറന്നു പറയുക. ആ നിമിഷമാണ് നീ എപ്പോഴാണോ നിന്റെ ബുദ്ധിയിൽ നിന്ന് വിട്ട് ചിന്തിക്കുന്നത്, ഇനി എനിക്ക് ഒന്നിനും കഴിയില്ല, എന്നെക്കൊണ്ട് ഒന്നിനും മതിയാകില്ല, ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് തോന്നുന്ന നിമിഷം നീ ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പറയണം. ആ തോന്നലാണ് നിനക്ക് വേണ്ടത്. ആ നിമിഷം നീ ദൈവത്തോട് നിന്റെ സങ്കടങ്ങളെ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ സങ്കട മാർഗങ്ങളെയല്ല ദൈവം മാറ്റുന്നത്, ദൈവം നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. സഹോദരങ്ങളെ, അവിടെ നീ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയും. ഭാരപ്പെടാതെ, നിരാശയിലാവാതെ നിന്റെ സങ്കടങ്ങൾ നീ ദൈവത്തോട് സമർപ്പിക്കുക. അവിടെ നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയും. ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ടില്ല. ദൈവം നിന്നോട് കൂടെ തന്നെയുണ്ട്. നിന്റെ ഇപ്പോഴത്തെ ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും നീ ദൈവത്തോട് കരഞ്ഞ് നിന്റെ അവസ്ഥയെ, സാഹചര്യത്തെ പറയുക. വൈകാതെ ദൈവം നിനക്ക് മറുപടി നൽകും. ഈ കേട്ട വചനത്താൽ
നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.